ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയിലേക്ക് തന്നെയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനായി സമാഹരിച്ച 34 കോടി രൂപ ഉടൻ കൈമാറും. സൗദിയിലെ ഇന്ത്യൻ എംബസി തുടർ നടപടികളിലേക്ക് കടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ റഹീമിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും. നിയമ സഹായ സമിതിയും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സൗദിയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരിയും 24 ചെയർമാനുമായ ആലുങ്കൽ മുഹമ്മദ് തത്സമയം ചേരുകയാണ് നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ. നമസ്കാരം സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷമാണ് സാർ. നമ്മളെല്ലാവരും ഈ ഒരു നല്ല കാര്യത്തിന് കൂട്ടായി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ കാര്യങ്ങളും നടത്താൻ പറ്റി എന്നുള്ളതിൽ വലിയ സന്തോഷമാണ് അല്ലേ? തീർച്ചയായും തീർച്ചയായും. എങ്ങനെയായിരുന്നു ഈ ഒരു ആളുകളുടെ സഹകരണവും സ്നേഹവും ഒക്കെ? ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അധികം സന്തോഷമാണ് ഉള്ള ഒരു കാര്യമായിരുന്നു. തികച്ചും ഒരു 16 ദിവസം മാത്രം ബാക്കിയുള്ള ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയുമായിട്ട് വന്നത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു ആൻസർ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെ ശ്രീകണ്ഠൻ നായരെ വിളിച്ച് ഈ കാര്യം അവതരിപ്പിക്കുകയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ ഏറ്റെടുക്കാം, 24-ലൂടെ മലയാളികൾക്ക് ഇത് വിട്ടുകൊടുക്കാം എന്ന് അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. അതോടനുബന്ധിച്ച് തുടങ്ങിയ 24-ലൂടെ നടന്ന ക്യാമ്പയിൻ വളരെ ഫലവത്തായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിഞ്ഞു. നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് വെറും 10% പോലും പിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് ഒരു 10 ദിവസം ആവുമ്പോഴേക്ക് ഇനി ഇത് നമുക്ക് വേണ്ട തുക എത്തിയിട്ടുണ്ട്, തൽക്കാലം നമുക്ക് നിർത്തിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുവരെ നമ്മളിത് എങ്ങനെ തേക്കാൻ പറ്റും, നമ്മൾക്ക് സൗദികളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണോ, അല്ലെങ്കിൽ നമ്മളെ അടുത്ത എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ നേരിടേണ്ടത് എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ കമ്മിറ്റികൾ. പക്ഷെ അതിനൊന്നും അവസരം തരാതെ, ചിന്തിക്കാൻ സമയം കൊടുക്കാതെ ലോക മലയാളികൾ അതിനെ ഏറ്റെടുക്കുകയും വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ മലയാളികളുടെ സ്നേഹം, മലയാളികളുടെ ഇത്തരം കാര്യത്തോടുള്ള ഐക്യം, ഇതൊക്കെയാണ് ശരിക്കും ഒരു റിയൽ കേരള സ്റ്റോറി ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതും എടുത്തു കാണിക്കേണ്ടതും എന്നാണ് എനിക്ക് ഇവിടെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതെ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുപിടിച്ച് മൈക്രോ സെക്കൻഡുകൾ വെച്ച് കോടികൾ നിറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സർ, നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഈ മോചനം എപ്പോൾ സാധ്യമാകുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ നടപടികളെ കുറിച്ച് അങ്ങേക്ക് എന്താണ് അറിയാവുന്നത്? അത് ശരിക്ക് പിന്നെ കോടതിയുടെ വിധി ഇദ്ദേഹത്തെ വധശിക്ഷ എന്നതായിരുന്നു. അങ്ങനെ ഇതിന്റെ എംബസിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളി ഈ ഓരോ സംഘടനകളുടെ നേതാക്കളും, മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോ സംഘടന നേതാക്കളും കൂടിയിട്ട് ഇവരുടെ വക്കീലുമായിട്ട് സംസാരിച്ച് വളരെ വളരെ കാലത്തെ അവരുടെ ശ്രമപരമായിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ പണം കൊടുത്ത് അവർക്ക് മോചനദ്രവ്യം കൊടുത്ത് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ലെവലിലേക്ക് അതിനെ എത്തിച്ചത്. അത് പ്രകാരമാണ് 15 മില്യൺ സൗദി റിയാൽ ആവശ്യപ്പെടുകയും ഏകദേശം 34 കോടി രൂപ ഈ പൈസ സമാഹരിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് 6 മാസം സമയമാണ് അതിന് കൊടുത്തിരുന്നത്. ആ സമയത്ത് ആ 6 മാസമാണ് ഏപ്രിൽ 16-ാം തീയതി തീരാൻ പോകുന്നത്. തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ശരിയായിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രോസസ്സ് ഈ ഒരു വിവരം ഇത് കോടതിയിൽ അറിയില്ല, കോടതിയെ അറിയിച്ച് അതിനൊരു പ്രോസസ്സ് ഉണ്ട്.
കോടതിയിൽ ഈ കുടുംബം അവിടെ പോയിട്ട് ഇത് പറയണം. ഞങ്ങള് ഈ പൈസ വാങ്ങിയിട്ട് പിന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിക്കണം. അത് പ്രകാരം കോടതി വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് അവരുടെ തീരുമാനങ്ങൾ മാറ്റി 1 മാസത്തെ സമയം കൊടുക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ എതിരഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതി അറിയിക്കാൻ വേണ്ടി 1 മാസം സമയം കൊടുക്കും. ഏതായാലും ഒരു 2-3 മാസത്തിന്റെ ഇടയിൽ ഇദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ സന്തോഷം. താങ്ക് യു സർ. ഈ സമയത്ത് നമ്മളോടൊപ്പം ചേർന്നതിനും പ്രേക്ഷകർക്കായി ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിനും നന്ദി. സ്നേഹം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും നമ്മൾ അറിയിക്കുന്നു അല്ലേ.